സോ ഹലോ ഗൈസ്, കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. പ്രധാനമായിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസിയാണ്, പിന്നെ ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ടായി. സോ ഫൈനലി യെസ്, വി ആർ ഓപ്പൺ. സോ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഈ പേജിലായിരിക്കും നമ്മുടെ ലോങ് വീഡിയോസും ബാക്കി ആക്ടിവിറ്റീസും ഡെയിലി അപ്ഡേറ്റ്സ് എല്ലാം അറിയുന്നത്. ഞാൻ മാക്സിമം കൺസിസ്റ്റൻസിയോടെ എല്ലാ ദിവസവും അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഓർ ടൈസ് വീഡിയോ ഇടാൻ ശ്രമിക്കാം. സോ നമ്മളിന്ന് വന്ന് നിൽക്കുന്നത് വേറെ എവിടെയും അല്ല, നമ്മുടെ ഇഷാ ടെമ്പിളിലാണ്. യെസ്, നമ്മുടെ സദ്ഗുരുവിൻ്റെ. എനിക്കൊരു ആഗ്രഹമുണ്ട്, കുറേ നാളായിട്ടൊരു ആഗ്രഹമാണ് ഇവിടെ വന്നെന്നും ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു വൈബ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നും. വളരെ അടിപൊളിയാണ്, ഭയങ്കര ഒരു ഹോളി ഫീലാണ്. സോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇനി മുന്നോട്ടുള്ള ജേർണിയിലും വേണം. ഡെഫിനറ്റ്ലി നമുക്ക് നെക്സ്റ്റ് ടൈമിൽ അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും കാണാം. സോ ഇവിടം വരെ എത്തി നിൽക്കുന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരും കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നൊക്കെ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണ് കോയമ്പത്തൂരിലോട്ട്. സോ നമ്മുടെ ദുബായ്ക്കായി ഷെഫ് റിമലുണ്ട്, മിന്നുണ്ട്, നബീലുണ്ട്. സോ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് പാലക്കാട് എത്താറായി. സോ ഓൺ ദ വേ ചെറിയ ഫുഡ് ട്രിപ്പാണ്. സോ ഓൺ ദ വേ നമ്മൾ ആദ്യം പോകുന്നത് രാമശ്ശേരി ഇഡ്ഡലിയാണ്. അത് കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ മസ്റ്റ് ട്രൈ ബിരിയാണി, പിന്നെ കുറച്ച് സ്വീറ്റ്സ്, ഇനി ഈവനിങ് ഇഷാ ടെമ്പിൾ. ഇതാണ് ഇന്നത്തെ പ്ലാൻ. സോ ബാക്കി വീഡിയോസിലോട്ട് നമുക്ക് നെക്സ്റ്റ് പോവാം. ഓക്കെ, ബൈ. റോഡ്സ് ഭയങ്കര ഒരു വികാരം ഉണ്ടാവും. എനിക്ക് കേരളത്തിൽ എവിടെ പോകാമെന്ന് പറഞ്ഞാലും കോയമ്പത്തൂർ പോകാൻ പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്തിറങ്ങും, കാരണം അത്ര അടിപൊളി റോഡ്സാണ്. നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ, സ്പീഡ് ക്യാംസ് ഉണ്ട്. അപ്പോൾ ഒരു ഹൈവേസിൽ 110 ആണ് സ്പീഡ് ലിമിറ്റ്. അപ്പോൾ അതിൽ കൂടി പോയി കഴിഞ്ഞാൽ 14,000 രൂപ ഫൈനായിട്ട് വരും. സോ നമുക്കിനി ഓൾമോസ്റ്റ് ഒരു 21 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് 9:46 ആണ്. സോ നമുക്കിനി 15 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഒരു 9:45 ഒക്കെ എത്തും. സോ ബാക്കി നമുക്കിനി രാമശ്ശേരി ഇഡ്ഡലി പോയിട്ട് കാണാം. ഓൾ റൈറ്റ്. റിമലിക്ക് വണ്ടിയുടെ അകത്ത് എന്താടാ എന്താ ഇത്? വെറൈറ്റീസ് ആണല്ലേ. മിന്നു എന്നാ പരിപാടി? എവിടെ? പാലക്കാടാ? പാലക്കാട് ലുലു ഉണ്ട്, നബീലിനെ അറിയില്ലേ? ഫസ്റ്റ് ടൈമാണ് രാമശ്ശേരി പോകണ്ടത്. ഞാൻ ആക്ച്വലി ഒരു രാമേശ്വരം അല്ല, രാമശ്ശേരി ഇഡ്ഡലിയാണ്. മിന്നു ശരിക്കും കലൂരിന്ന് കഴിച്ചിട്ടില്ലേ നമ്മുടെ ഇഡ്ഡലി കഫേ? അതിന്റെ ശരിക്കും ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, രാമേശ്വരം പാലക്കാട്. അവിടെ ഫസ്റ്റ് തുടങ്ങിയ കടയുണ്ട്, ഭയങ്കര ഒത്തന്റിക് ആയിട്ട് ഒരു അമ്മ നടത്തുന്നൊരു കട. അടിപൊളി ലൊക്കേഷനാണ്. ഞാൻ ആക്ച്വലി 5 years മുമ്പ് അവിടെ പോയിട്ടുണ്ടായിട്ടാ. ഇപ്പം എന്താ അവിടുത്തെ ഒരു സിനാരിയോ എന്ന് അറിയില്ല. 5 years മുമ്പ് പോയപ്പോൾ അടിപൊളിയായിരുന്നു. ഞങ്ങളായിരുന്നു ഫസ്റ്റ് കസ്റ്റമർ, ബിക്കോസ് ഒരു 7 ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയായിരുന്നു. सूरज वर्गा निक तेरा सुल्फ सुनहरी शामा वर्गी चानण वर्गा मुख तेरा सागर वर्गिया गहरी अखियां सूरज वर्गा निक तेरा सुल्फ सुनहरी शामा वर्गी चानण वर्गा. സോ നമ്മൾ ഹൈവേന്ന് രാമശ്ശേരിയിലോട്ടുള്ള ഡൈവേർഷൻ എടുക്കുകയാണ്. പണ്ടെപ്പോഴോ വന്നാണ്, പക്ഷെ ഓൾമോസ്റ്റ് വഴിയൊക്കെ ദൂരെ തന്നെ ഉണ്ട് കേട്ടോ. കഴിച്ച് നമുക്ക് ആരോട് ചോദിച്ചാലാ? എന്താ പറയണ? ആ ചേച്ചിനോട് ചോദിച്ചാലാ? ചോദിച്ചാടാ. നേരെ തന്നെ. ഓക്കെ, യെസ്, വി ആർ റൈറ്റ് ഗൈസ്. അപ്പൊ നേരെ തന്നെ. ഇതൊക്കെയാണ് ഇവന്റെ റിയൽ സ്വഭാവം, നിങ്ങൾ കാണുക ഗൈസ്. എടാ, ഇത് ശരിക്കും ഒരു മലയുടെ മേളിലാണ്. നല്ല രസോടാ. കറക്റ്റ് ഒരു വില്ലേജ് വൈബ് അല്ലേ? പാലക്കാട് ഏറ്റവും സ്പെഷ്യലി കാറ്റാണ്, അടിപൊളി കാറ്റാണ് എപ്പോഴും. ഡേസി വൈബ്സ്. വഴിയൊന്നും തെറ്റില്ലല്ലോ, ഇത് തന്നെയല്ലേ? നീ വന്നിട്ടുണ്ടോ? 6 years മുമ്പാ? നിനക്ക് എന്റെ വീട്ടിലോട്ടുള്ള വഴി ഓർമ്മയില്ലല്ലോ. എന്താ ചെയ്ത്? അല്ല പിന്നെ മറ്റേ ഒരു വലിയ പാലം കൊള്ളാല്ലേ, ഒരു മലയുടെ മേളിലാന്നുള്ളു. നമ്മള് മഴക്കാലത്ത് കൂടെ വെള്ളം വരുമായിരിക്കും അല്ലേ? വെള്ളമില്ല. ആ, നൈസ് വൈബായിരിക്കും. കൊള്ളാം. ആൾക്കാരെല്ലാരും നമ്മളെ നോക്കുന്നുണ്ട്. വഴി തെറ്റു ഗൈസ്.
ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, വഴി തെറ്റി. എടി ഇവിടെ ഭയങ്കരമായിട്ട് മാറിയില്ല, കാട് പോലെ ആയാലോടാ അല്ലേ? ആൾക്കാരൊക്കെ നടന്നൊക്കെ വരുന്നുണ്ട്. ഇത് തന്നെ ആയിരിക്കും അല്ലേ? ഞാൻ നമ്മൾ എപ്പോഴും കോമ്പറ്റീഷനാണ്, ഹെൽത്തി കോമ്പറ്റീഷൻ. പക്ഷെ അളിയൻ ഐഫോൺ 15 മേടിച്ചു, പിന്നെ ഐഫോൺ 16 എടുത്ത. അതിന് ഭയങ്കര വിഷമത്തിലിരിക്കണത് അറിഞ്ഞില്ല പുള്ളി. ഇതെല്ലാം ഗൈസ് ഇഡ്ഡലി കഴിക്കാൻ വന്ന ആൾക്കാരാണ്. ഇതെല്ലാം ഇഡ്ഡലി കഴിക്കാൻ വന്ന ആൾക്കാരാണ്. പാലക്കാടൻ ചേട്ടാ അവിടെയാണോ കട? കട അങ്ങോട്ടാണോ? അറിയില്ല. ശരി ശരി ശരി. വണ്ടി പോലെന്ന് പറഞ്ഞാൽ ഇവനെങ്ങനെ പിന്നെ വളച്ചിട്ട് ഇങ്ങോട്ടേക്ക് മറ്റേ വണ്ടി ഉണ്ടെന്ന്. ഒരു റോഡിലൂടെ നടക്കണോണ്ട് നമ്മളിവിടെ വണ്ടിയിട്ട് നടക്കണം. അത്യാവശ്യം നല്ല തിരക്കാന്നുണ്ടോ അല്ലേ കേസ്? നടന്നാലോ? നമ്മളെന്ത് ദൂരത്ത് നാളെ തന്നെ അല്ലേ നടക്കാമോ? പിന്നെ ഇഡ്ഡലിന്ന് പറഞ്ഞപ്പോ ഇത് എക്സ്പെക്ട് ചെയ്തില്ലല്ലേ? കുറച്ചല്ല, അത്യാവശ്യം നടക്കണം. ആദ്യത്തെ ഒരു ആവേശം ആർക്കും ഇല്ലട്ടാ. ഞങ്ങളിവിടെ നേരത്തെ ചോദിച്ചപ്പോ നല്ല തിരക്കുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കിനി പോയിട്ട് നോക്കട്ടെ എന്താ അവിടെ റിയാലിറ്റി. ഒട്ടും തിരക്കില്ല. ക്യൂ ആണീ കാണുന്നത്. നല്ല തിരക്കാണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഫേമസ് രാമശ്ശേരി ഇഡ്ഡലി. വിചാരിച്ചവരല്ലോ, നല്ല തിരക്കാണ്. ഇതാണ് അവരുടെ കിച്ചൺ വരുന്നത്. പഴയ കാലത്തെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ ഉണ്ടാക്കി അതുപോലെ തന്നെയാണ് അവർ സ്റ്റിൽ ഇപ്പോഴും ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ. നല്ല രസമില്ലേ കാണാൻ? നല്ല എസ്തെറ്റിക് ആയിട്ടുണ്ടല്ലേ? ആ ഒരു പഴയ ആ ഒരു ഫുൾ ആ വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. പഴയ വീട് ഹോളും കാര്യങ്ങളൊക്കെ. ശരിക്കും ഇതൊരു പഴയ വീടായിരുന്നു, ഇപ്പൊ ഇത് ഹോട്ടലാക്കിയേക്കാണ്. ഞാൻ ചുട്ടാലോ പറഞ്ഞു വേണ്ട. പിന്നെ ഇപ്പോഴാണ് ഇത് സ്റ്റീൽ കലവും കാര്യങ്ങളൊക്കെ ആയത്. നേരത്തെ ഇവര് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ മൺകലത്തിലാണ്. ആ കലം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൂടെ വേണ്ട വേണ്ട വേണ്ട. നല്ല ഇതാണ്ട് നമ്മുടെ റിയൽ ഹീറോസ് ബിഹൈൻഡ് രാമശ്ശേരി ഇഡ്ഡലി. വെള്ളം പിന്നെ ഒഴിക്കുകയാണ് അല്ലേ? അതെ അതെ. ഒരു ദിവസം ഇവര് ഏകദേശം 3000 ഇഡ്ഡലി ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. കറക്റ്റ്. സോ മോർണിംഗ് 4 തൊട്ട് ഈവനിങ് 8 വരെ 365 ഡേയ്സ് ഇവർ അവൈലബിൾ ആണ്. വിൻഡോന് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ ഇതാക്കണം അല്ലേ? സൺഡേ ഇവിടെ നല്ല തിരക്കാണ്. നേരത്തെ വന്നതിന് നേരത്തെ ഇഡ്ഡലി കഴിച്ച് പോകാട്ടോ. സോ ഗൈസ് ഫൈനലി ഒരു 1 hour വെയിറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് സീറ്റ്. നമുക്ക് ഇഡ്ഡലി കഴിച്ചിട്ട് നോക്കണ്ട എങ്ങനെയുണ്ട്. തിരക്കുണ്ട്, ഭയങ്കര തിരക്കാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി കൊച്ചിനോട് വന്ന് ഈ ചമ്മന്തിപ്പൊടി ഇഡ്ഡലിയുടെ മേളിലോട്ട് ഇട്ടിട്ട് കുറച്ച് ഓയിലും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഇല്ല. ഇപ്പൊ തന്നെ വയന്നുള്ളം. അൺലിമിറ്റഡ് മന്തി റൈസ് പറയണോ അല്ലേ? ഇവിടെ അൺലിമിറ്റഡ് സാമ്പാറും ചട്നി കേട്ടോ. ട്രോളി കൊല്ലോട്ട് വയ്ക്കാറ്. ഷെഫ്, വാട്ട് ഡു യു ഫീൽ? എന്ത് ഫുഡൊക്കെ ഉണ്ടാക്കുവോ? ആണോ? ഷെഫാണ്. മാരിയറ്റില് ദുബായ് എന്ത് ഹോട്ട് കിച്ചണിലാണ് ഏഷ്യൻ കൊറിയൻ ജാപ്പനീസ് ഉണ്ടാക്കും. മലയാളം കേരള ഫുഡ് ഒന്നും ഉണ്ടാക്കില്ല. സ്വന്തം ഉണ്ടാക്കൂല? അല്ല, ഉണ്ടാക്കാൻ അറിയില്ല. ഇന്നലെ ബീഫ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. നല്ല ബീഫ് ബിരിയാണി തരാന്ന് പറഞ്ഞ കൊതിപ്പിച്ചു. ഉണ്ടാക്കുവോ? ആഹാ. ചേച്ചി നല്ല ചൂടോടെ 4 പ്ലേറ്റ് ഇഡ്ഡലി പറഞ്ഞു. കോഫിയും വേണം. 4 കോഫി ഇടാം. കോഫി പിഴ പറഞ്ഞു ചേച്ചി. കോഫി ആദ്യമേ തന്നേക്ക്.
ചേട്ടാ എവിടെ നിന്ന് വരുന്നത്? തൃശ്ശൂർ, ബാംഗ്ലൂർ. ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി മാത്രം വന്നോ? ആണോ? അടിപൊളി. ഇതിനും വന്നിട്ടുണ്ടോ ഇവിടെ? ഫസ്റ്റ് ടൈം. നൈസ് ഇഡ്ഡലി ഉണ്ടോ? ചെറുതായിട്ട് ബ്ലോഗറാണ്. ഇൻസ്റ്റഗ്രാം ഉണ്ടോ? സോ ഫൈനലി 1.5 hours വെയിറ്റ് ചെയ്ത് നമുക്ക് ഇഡ്ഡലി വന്നു. നല്ല ഒത്തൻറ്റിക് ടേസ്റ്റ് ആണ്. നേരത്തെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, നല്ല തിരക്കായി പോയി, അതുകൊണ്ടുള്ള ഷൂട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. ദിസ് ഇസ് എ റിയൽ ഒത്തൻറ്റിക് ഗ്രാമശ്ശേരി ഇഡ്ഡലി. റിയൽ ഒത്തൻറ്റിക് ഗ്രാമശ്ശേരി ഇഡ്ഡലിക്ക് നിങ്ങൾ വേറെ എവിടെയും പോരുത്, ഇവിടെ തന്നെ ഉണ്ട് പാലക്കാട്. ഇവിടുന്ന് ട്രൈ ഔട്ട് ചെയ്യണം കേട്ടോ. 4 കോഫി. 4 കോഫി. ഇതാണ്ട് നമ്മുടെ ലൊക്കേഷൻ, രാമശ്ശേരി ഇഡ്ഡലി. ഗൈസ് ഞാൻ നേരത്തെ ഒരു 5 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അന്ന് കഴിച്ച സെയിം ടേസ്റ്റിലാണ് ഇപ്പോഴും ഒരു സെർവ് ചെയ്യുന്നത്. അതുകൂടാതെ ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. സോ നിങ്ങളുടെ വീട്ടിലോ ഇവൻറ്റ്സോ മാരേജോ എന്തെങ്കിലും കാര്യങ്ങളും ഡെഫിനറ്റ്ലി ഇവരെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. അവിടെ ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒത്തൻറ്റിക് ഗ്രാമശ്ശേരി ഇഡ്ഡലി വെച്ച് നമ്മുടെ ഇവൻറ്റ് കളർഫുൾ ആക്കാൻ പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഇഡ്ഡലി കഴിച്ച് നല്ല അടിപൊളി കോഫി കുടിക്കാനുള്ളത് വേണ്ടു. നല്ല നാടൻ പാലിട്ട് അടിപൊളി ടേസ്റ്റ് അല്ലേ? ആയിരിക്കൂല്ലേ? നാടൻ പാലായിരിക്കുമോ? മേ ബി, ഐ ഡോണ്ട് നോ. പക്ഷെ വേറൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇവിടെ എപ്പോൾ വന്നാലും തിരക്കായിരിക്കുമല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ കോയമ്പത്തൂര് അല്ലേ? ഉച്ചയ്ക്കൊന്നും എന്തോരം ക്രൗഡാന്ന് നോക്കി വീക്കെൻഡിന്. എന്താണല്ലേ, സി ലോട്ട് ഓഫ് പീപ്പിൾ. കൊള്ളാല്ലേ, നല്ല രസമുണ്ടല്ലോ കാണേ. ഈ സ്ഥലത്തിൻ്റെ പേര് എന്താ? കോയമ്പത്തൂരാന്ന് എനിക്കറിയാം. ഓ നൈസ്, കൊള്ളാം. ഈ കനോപ്പിയ കൊള്ളാം അല്ലേ? നൈസ്. കാര്യമുണ്ടല്ലോ, നമുക്ക് ഏരിയ ഇല്ല, സ്ഥലവും ഇല്ല, പൈസയും ഇല്ല. തമിഴ്നാട്ടില് സ്ഥലമുണ്ട്, പൈസയുണ്ട്. കോയമ്പത്തൂരിൽ ബ്ലോക്കില്ലെന്ന് പറഞ്ഞേ നീയല്ലേ പറഞ്ഞേ? നീ തന്നെ ഇവിടെ കൊണ്ടുവരണ്ട. എന്ത് ബ്ലോക്കാണത്? നല്ല ബ്ലോക്കാണ് അവിടെ. നല്ല ഫുഡ് കഴിക്കാൻ കുറച്ച് ബ്ലോക്ക് ഉണ്ടായാലും. അതെ 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 അതെ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ കോയമ്പത്തൂർ പോത്തീസ്. ദ വെരി ഹെവി ട്രാഫിക്. ഉക്കടം മാർക്കറ്റ് സ്ട്രീറ്റിലോട്ട് നമ്മൾ പോകുന്നത്. ശ്രീകുമാരനുണ്ട്, നേരെ ഓപ്പോസിറ്റ് പോത്തീസ് ഉണ്ട്. ഇവിടുത്തെ പോത്തീസ് അടിപൊളിയാണ്, പക്ഷെ നമ്മുടെ ആണല്ലോ വലുത് അല്ലേ? നമ്മുടെ ഇതാണ് ഫസ്റ്റ് പോത്തീസെങ്കിലും, പക്ഷെ ഇപ്പൊ കേരളത്തിലെ പോത്തീസാണ് ഇതിലും വലുത്. എന്താണല്ലേ, ടെക്സ്റ്റൈൽസ് ആണ്, ഫുൾ ടെക്സ്റ്റൈൽസ് ആണ് ഈ സ്ട്രീറ്റ്. ഉക്കടം മാർക്കറ്റ് ആണ്. ഉക്കടം മാർക്കറ്റിലെ ഒപ്പനക്കര സ്ട്രീറ്റിലാണ്. ഓ ഗോഡ്, അടിപൊളിയല്ലേ? നൈസ് വൈബ്, നൈസ് വൈബ്, നൈസ് വൈബ്. ലെഫ്റ്റ് സൈഡില് ചെന്നൈ സിൽക്സ് കാണുന്നുണ്ടോ? യെസ്, ഒതന്റിക് ചെന്നൈ സിൽക്സ്. അടിപൊളിയല്ലേ? ചെന്നൈ സിൽക്സിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക്. നമുക്ക് വിലയില്ലാത്ത ഇവർക്ക് ഭയങ്കര വിലയുണ്ടോ അല്ലേ? അത്യാവശ്യം സൺഡേ ആണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ട് നല്ല ക്രൗഡഡ് ആണ് കേട്ടോ മാർക്കറ്റ്. നല്ല ബ്ലോക്ക് ഉണ്ട്. യെസ്, നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് അല്ലടാ. ടാറ്റ കേവ് ഇവി അടിപൊളിയാണല്ലേടാ, കൊള്ളാല്ലേ? 500 to 600 റേഞ്ച് ഉണ്ടെന്നല്ലേ? അടിപൊളി കേട്ടോ. റോസ് 600 ആണ്. ലൈഫ് ടൈം വാറന്റി ഉണ്ട് ബാറ്ററി. പിന്നെ നല്ല രസമില്ല ഈ ടെമ്പിള്. എനിക്ക് ഇങ്ങനത്തെ ടെമ്പിൾസ് ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ, നമ്മുടെ എറണാകുളത്തപ്പൻ അമ്പലം ഇല്ലേ, അതിന്റെ അപ്പുറത്ത് ഒരു മുരുകന്റെ ടെമ്പിൾ ഉണ്ട്. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യട്ടോ. മെനു ഒന്ന് ഗൈസ്, മെനു നോക്കാട്ടോ. ഏത് ബിരിയാണി ഉണ്ട്? ഏത് ബിരിയാണി ഉണ്ട്? അമ്പൂർ ബിരിയാണി. മട്ടൺ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഇതിന്റെ പ്ലെയിൻ ഉണ്ട്. മട്ടൺ അടിക്കാല്ലേ? തമിഴ്നാട്ടിലോട്ട് മട്ടൺ അടിച്ചില്ലെങ്കിൽ മോശമല്ലേ ഗൈസ്? നല്ല മുട്ടനാടിന്റെ മുട്ടനാട് മട്ടൺ. എന്താണല്ലേ ഇവരൊക്കെ പറയുന്നത്? പിന്നെ ഏവണിന്നാണ്ടോ? ഏവൺ അറിയാലോ, അത് വെരി ഫേമസ് ബ്രാൻഡ് ഇൻ തമിഴ്നാട്. ഇതെങ്ങനെ പൊട്ടിക്കണേ? ജാഗ്രയുടെ സ്മെല്ല് നട്ട്സൊക്കെ ഉണ്ട് കേട്ടോ.
ഹൽവ പോലെ ഉണ്ട്. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, ഹൽവ പോലെ. നോർമൽ ഹൽവയില് കുറച്ച് നട്ട്സ് ഇട്ടുണ്ട്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുഴപ്പമില്ല, നഷ്ടമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കട്ട് ചെയ്തോട്ടെ. രണ്ട് മിനിറ്റും. നോർമൽ ഹൽവ അല്ലേ? കുറച്ചുകൂടി ഇതാണല്ലേ, കുറച്ച് ലിക്വിഡ് ഫോർമാറ്റ് ആണത്. എന്റെ എന്നാ അപ്പൊ സജസ്റ്റ് ചെയ്ത ആൾക്കാരെ കൊടുക്കാം. ഇത് തന്നെയാണോ തിരുനെല്വേലി ഹൽവ? നോ. ഓക്കെ, നമുക്ക് ആര്യഭവൻ എന്ന് പറഞ്ഞൊരു ഫേമസ് റെസ്റ്റോറൻറ്റും കണ്ടാണ്. നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം. അവിടെ കിട്ടിയാലോ, എങ്ങാനും ലോട്ടറി അടിച്ചാലോ അല്ലേ കേസ്? അല്ല റിമലേ? യെസ് ബോസ്. റിമല എവിടെ പോണ്? എടാ രണ്ടിനും പ്രശ്നമാണ്ടാ ഗൈസ്. വേറെ ഏതോ ഒരു ലോക്കൽ ബേക്കറി കണ്ടിട്ട് ഹൽവ മേടിക്കാൻ പോവാണ്. എന്താണേ ബില്ല, ഇവർക്ക് പ്രാന്താണല്ലേ ഗൈസ്. ഇപ്പൊ എന്താ ആക്ച്വലി നടക്കണേന്ന് പറഞ്ഞാല്, റിമ്മല് പണ്ട് എപ്പോഴോ ഇവിടെ പോയപ്പോ തിരുനെൽവേലി ഹൽവ എന്ന് പറഞ്ഞ ഹൽവ കഴിച്ച്. ഞങ്ങളിപ്പോൾ കോയമ്പത്തൂർ 2 മണിക്കൂറായിട്ട് അതും പറഞ്ഞ് ഈ റിമ്മലും മിന്നും ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൽവ മേടിച്ചരാന്ന് പറഞ്ഞു. ഇപ്പം എന്തൊക്കെയോ ആയിട്ട് 2 കൂടി വരുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തോ ഗുരുത്തൊക്കെയാണ് ഒപ്പിക്കുന്നുണ്ട്. കിട്ടിയോ? ഇത് നമ്മുടെ നെക്സ്റ്റ് ട്രൈ ആണ്. ഓജി എന്നാണ് ഇവര് പറയുന്നത്, തിരുനെൽവേലി. But we will try this. Yes, sure. Okay. മലയാളി തന്നെയാണോ? ട്രൈ ചെയ്യാനായിട്ട് തരാമെന്ന് ചോദിച്ചു. പാക്കറ്റ് ഉണ്ട്, പക്ഷെ ഇത് ടച്ച് ചെയ്തിട്ട് ഫ്ലഫിയാണ്. ഞാൻ വേറെ കാര്യം കിട്ടി. ഈ ഹൽവ എന്ത് പേരിട്ടാലും ഹൽവ പോലെ ഇരിക്കുള്ളൂ. ഹൽവ പേട പോലെ ഇരിക്കുമോ? ആണോ? എനിക്കറിയില്ല. അതാണ് തിരുനെൽവേലി ഹൽവ. കഴിച്ചോ. നല്ല സെയിം തന്നെ അല്ലേ ഇത്? അവസാനം ജാമ നോക്കുമ്പോ ജാമ ഇങ്ങനെ ടേസ്റ്റ് ആണല്ലോ മെയിൻ. നമുക്ക് കവറിന്റെ ഉള്ളിൽ വേറെ കവറോ? നല്ല സ്മെല്ലുണ്ട് കേട്ടോ. കയ്യിലൊക്കെ ഫുള്ളാവും. ഫുള്ള് ഒഴിക്കണ്ട അതിലോട്ട്, ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി. അങ്ങനെ ആവശ്യമുള്ളത് എടുക്കാൻ പറ്റും നോക്കട്ടെ. ആ സ്പൂൺ വെച്ചിട്ട് തട്ട്. എങ്ങനെയുണ്ട്? റിയാക്ഷൻ ഒന്നുമില്ലല്ലോ. നോക്കട്ടെ. നമ്മുടെ നാട്ടിൽ കിട്ടണല്ലോ. നാട്ടിലെന്തായാലും ഇങ്ങനെ കിട്ടൂല. കുറച്ച് നമ്മുടെ നാട്ടില് കുറച്ചും കൂടിയും തിക്കായിരിക്കും. ഇവിടെ കുറച്ച് ലിക്വിഡ് ഫോമാലിൽ കിട്ടണം. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അല്ല ഇങ്ങനെ അല്ലെന്നല്ല ഞാൻ പറഞ്ഞാണ്. ഇതിന്റെ ഒരു കുഴപ്പമില്ല, തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. നല്ല മറ്റേനെക്കാട്ടും നല്ല മറ്റേ സാധനത്തിനെക്കാട്ടും. നീ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ട്. നമ്മൾ എറണാകുളത്ത് ജയ ബേക്കറി കിട്ടും, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം. കിട്ടും. പക്ഷെ ഇതിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. So here marks the final destination of today's trip. Yes, നമ്മുടെ ആദി യോഗ വേറെ എവിടെയോ അല്ല, സദ്ഗുരുവിൻ്റെ സ്ഥലത്താണ്. നമ്മുടെ ക്രിയേറ്റർ ലോർഡ് ശിവനെ കാണാൻ വന്നേക്കാണ്.
സോ ഹിയർ മാർക്സ് ദ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ദ ട്രിപ്പ്. വേറെ എവിടെയോ അല്ല. യെസ്, ലൊക്കേഷന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭയങ്കര ഒരു ഫീലാണ് ശരിക്കും ഇവിടെ. ഭയങ്കര ഒരു ഫീലാണ്. നല്ല ക്രൗഡാണ്. ഇപ്പോൾ വരാത്തൊരു എന്തായാലും ഒന്ന് വന്നു ഇവിടെ. ഭയങ്കര ഹോളി ഫീലിംഗ് അല്ലേ ഇന്നോട് വന്നേ. പിന്നെ യെസ്, ഭയങ്കര ബ്ലെസ്ഡ് ഒരു ഫീലിംഗ്. കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ശിവന്റെ ലൈറ്റ് ഷോ. ഓ, ആ മൂണിന്റെ അവിടെ കണ്ടോടാ. ഭയങ്കരല്ലേ. Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണോ. നിങ്ങൾ വൺസ് ഇൻ എ വൈൽ അല്ലെങ്കിൽ വൺസ് ഇൻ ലൈഫ് ടൈം He വരേണ്ട ഒരു expounded സ്ഥലം കേട്ടോ. 112 methods. സോ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി ഇതിലും പൊളി ഒരു ബ്ലോഗായിട്ട് വരാം. സോ ടിൽ ദെൻ ദിസ് മീ അബി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.